ഇപ്പോൾ ഈ ബാർ കോഴ വിവാദം വന്നിരിക്കുന്നു. KCBC മദ്യവിരുദ്ധ സമിതിയൊക്കെ ഇന്നലെ പ്രതിഷേധമായിട്ട് വന്നു. സിറോ മലബാർ സഭയുടെ ഇതിനകത്തൊരു അഭിപ്രായം എന്താ? 2016 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന യശശരീരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ 29 പഞ്ചനക്ഷത്ര ബാറുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഇപ്പോൾ 8 വർഷങ്ങൾ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് പൂർത്തിയാക്കുമ്പോൾ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 1039ഓളം ബാറുകളോ അല്ലെങ്കിൽ ബെവ്കോയുടെയോ കൺസ്യൂമർ ഫെഡിൻ്റെയോ ഔട്ട്ലെറ്റുകളോ ആയിട്ട് മദ്യം ധാരാളമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒഴുക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. പ്രധാനമായും LDFൻ്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു തുള്ളി മദ്യം പോലും കൂടുതലായി കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ആദ്യത്തെ 5 വർഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യത്തെ 5 വർഷം പൂർത്തിയാക്കിയപ്പോൾ 671 പുതിയ ബാറുകൾക്കോ അല്ലെങ്കിൽ പുതുക്കി നൽകിയ ബാർ ലൈസൻസുകളോ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പം 3 വർഷത്തിലേക്ക് എടുത്തിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ എക്സൈസ് മന്ത്രി ശ്രീ MP രാജേഷ് നിയമസഭയിൽ പറഞ്ഞ കണക്കനുസരിച്ച് 801 ബാറുകൾ ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തീർച്ചയായും ഇത് ജനവഞ്ചനയാണ്. കാരണം ഒരു തുള്ളി മദ്യം പോലും കൂടുതലായി ലഭ്യമാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഇപ്രകാരം കുടുംബങ്ങളുടെ സമാധാനം തകർക്കുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ സ്വൈര്യവിഹാരം തകർക്കുന്ന തരത്തിൽ, പാവപ്പെട്ടവരായ മനുഷ്യരുടെ പോക്കറ്റ് കാലിയാകുന്ന തരത്തിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇപ്രകാരം അനിയന്ത്രിതമായി ബാർ ലൈസൻസുകൾ അനുവദിക്കുന്നതും ബെവ്കോയുടെയും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡിൻ്റെയും ഔട്ട്ലെറ്റുകൾ അനുവദിക്കുന്നതുമൊക്കെ തീർച്ചയായും പ്രതിഷേധാർഹമാണ്. ഇപ്രകാരമുള്ള നടപടികളിൽ നിന്നും ഗവൺമെൻറ് പിൻവാങ്ങണമെന്നാണ് സിറോ മലബാർ സഭയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുക, സർക്കാർ പുതിയ മദ്യനയം പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഉണ്ടായിരുന്ന മദ്യനയത്തിന് മാറ്റങ്ങൾ വരുത്താൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആശങ്കകളുണ്ട്. കാരണം ഡ്രൈ ഡേ എന്ന് വിളിക്കപ്പെടുന്ന എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതിയിൽ മദ്യം ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ നിയമസഭാ സെക്രട്ടറിമാരുടെ സമ്മേളനത്തിൽ ടൂറിസം സെക്രട്ടറിയോട് ഡ്രൈ ഡേ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാറുകളുടെയും മറ്റ് ഔട്ട്ലെറ്റുകളുടെയും സമയം കൂട്ടി നൽകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും തീർച്ചയായും അപലപനീയമായ കാര്യമാണ്. ഇപ്രകാരം സംസ്ഥാനത്ത് മദ്യം കൂടുതലായി ഒഴുക്കാനുള്ള ഈ നയത്തെ തീർച്ചയായും ക്രൈസ്തവ സഭ, കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭ എതിർക്കുന്നു. അതുകൊണ്ട് ഇത് പ്രതിഷേധാർഹമാണ് എന്നറിയിക്കുകയും ചെയ്യാം.